പ്രഭാത പ്രാർത്ഥനയിലും പ്രദോഷ പ്രാർത്ഥനയിലും അഥവാ സുബഹി ബാങ്ക് വിളിച്ച് സൂര്യോദയത്തിനിടക്ക് ചൊല്ലിത്തീർക്കേണ്ടുന്ന പ്രാർത്ഥനകളിലും അസറിൻ്റെ ശേഷം മഗ്രിബിൻ്റെ മുമ്പായി ചൊല്ലിത്തീർക്കേണ്ടുന്ന പ്രദോഷ പ്രാർത്ഥനകളിലും ഇത് പെടുന്നു. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? തക്ഫീക, അത് നിനക്ക് മതിയാകുന്നതാണ്, മിൻ കുല്ലി ഷൈഇൻ എന്നാണ്. എല്ലാ കാര്യങ്ങളിൽ നിന്നും സുരക്ഷയും കാവലുമായി നിനക്കത് മതിയാകും എന്നാണ്. കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഈ 3 സൂറത്തുകളും വിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സൂറത്തുകളാണ്. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ അവസാനിക്കുമ്പോൾ 111, 112, 113, 114 ഇങ്ങനെ അവസാനത്തെ 3 അധ്യായങ്ങളാണ് ഇത് എന്ന് അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല. ഇത്രത്തോളം ഇത് എല്ലാത്തിനും പകരമായിട്ട് മതി എന്ന് പറയാൻ കാരണം, ഒന്നാമതായി സൂറത്തുൽ ഇഖ്ലാസ്, അതിൻ്റെ പേര് തന്നെയും ഇഖ്ലാസ് എന്നാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അങ്ങേയറ്റത്തെ നിഷ്കളങ്കത, ആത്മാർത്ഥത എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പേര് തന്നെ അതാണ്, ഖുൽ ഹുവല്ലാഹു അഹദ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഇതിൽ നമസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ ശുദ്ധിയെക്കുറിച്ചോ മറ്റേതെങ്കിലും ഇബാദത്തുകളെക്കുറിച്ചോ വിധിവിലക്കുകളെക്കുറിച്ചോ ഒന്നും സംസാരിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരധ്യായമാണിത്. ആ നിലക്ക് റബ്ബ് അത് അവൻ്റെ കാര്യം പറയാൻ മാത്രം പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതേപോലെ തന്നെ അത് പാരായണം ചെയ്യുന്ന വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നല്ല അടിയുറച്ച ഇഖ്ലാസ് ഉണ്ടാകും. ഇതൊക്കെയാണ് ആ അധ്യായത്തിന് ആ പേരുണ്ടാകാൻ കാരണം അവൻ്റെ മനസ്സിൽ നിന്ന് റബ്ബല്ലാത്തവരിലേക്ക് തിരിയുന്ന, റബ്ബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് വികലമായ ഏതെങ്കിലും വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന എല്ലാ ചിന്താധാരകളിൽ നിന്നും രക്ഷപ്പെട്ട, അതീവ സൂക്ഷ്മമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വിശ്വാസ കാര്യങ്ങളെ മനുഷ്യ മനസ്സിൽ രൂഢമൂലമാക്കിയിട്ടുള്ള അധ്യായമാണ്. ഒരു വിശ്വാസി അത് പാരായണം ചെയ്യുന്നതിലൂടെ അവൻ്റെ വിശ്വാസ രംഗത്തുള്ള വിശുദ്ധിയും ഇഖ്ലാസും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ശുദ്ധമായ തൗഹീദാണ് പറയുന്നു എന്നുള്ളതും, ശിർക്കിനെതിരെയുള്ള സംസാരമാണ് അതിലുള്ളത് എന്നുള്ളതും, അത് പാരായണം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ശിർക്ക് കുടിയൊഴിഞ്ഞു പോകും എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത, വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലമാണ്, അതല്ലെങ്കിൽ 1/3 പാരായണം ചെയ്ത പ്രതിഫലമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ 1/3 എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത്? സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് ഇപ്പോൾ 3 തവണ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവൻ ഓതിയതുപോലെ പ്രതിഫലമുണ്ട്. എന്നാൽ ഖുർആൻ മുഴുവൻ ഓതുന്നതിന് പകരം ഇതാവുകയില്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഖുർആനിൻ്റെ 1/3, 1/3 ഖുർആനിൻ്റെ 1/1 ഭാഗമാണ്. അതിനോട് കിടപിടിക്കും സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുതെന്ത്, എന്നാൽ പിന്നെ 3 ഖുൽ ഹുവല്ലാഹു ഓതിയാ പിന്നെ ഖുർആൻ ഫുൾ ഓതിയ മാതിരിയായോ? അതിന് പകരമാവില്ല, ഒരു ഖത്തം തീരുമൊന്നുമില്ല. അത് അതിൻ്റെ മഹത്വം പറഞ്ഞതാണ്, അതിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞതാണ്. ഇപ്പം ഏതുപോലെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുള്ള ജനതയിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ചവനെ പോലെയാണ്. അപ്പം അടിമമോചനത്തിന് പകരം ഇതാവോ? ആവൂല. അതിൻ്റെ മഹത്വം പറഞ്ഞതാണ്. അപ്പം അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഇപ്പം 3 തവണ ഒരാൾ പാരായണം ചെയ്തതുകൊണ്ട് ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലം അവനുണ്ട്. എന്നാൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലത്തിന് തുല്യം ഇതാവുകയില്ല. 3 ഖത്തമായി അല്ലെങ്കിൽ 1 ഖത്തമായി മാറുകയില്ല. അപ്പം അതൊക്കെ അതിൻ്റെ പ്രാധാന്യവും മഹത്വവും പറയാനാണ് ഇപ്പോൾ അത് ഓർമ്മപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വെറുതെ അങ്ങനെ അടിച്ചു വിടുകയല്ല, നാവിലിങ്ങനെ പെട്ടെന്ന് ചിന്തയൊന്നും ഇല്ലാതെ അല്ല ഇഖ്ലാസ് പാരായണം ചെയ്യേണ്ടത്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നിങ്ങനെ പറയുമ്പോഴൊക്കെ നമ്മൾ ആ ആയത്തിനോട് കൂറ് പുലർത്തിക്കൊണ്ട് പറയണം. പിന്നെ അടുത്തതോ സൂറത്തുൽ ഫലഖാണ്. അതും വളരെ പ്രാധാന്യമർഹിക്കുന്ന അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസമുണ്ടായൊരു നേരത്താണ് ഈ അധ്യായം ഇറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത്, ഈ സൂറത്തുകൾ രണ്ടും ഇറങ്ങിയതിൻ്റെ ശേഷം
ഏത് കാര്യത്തിനും കാവൽ ചോദിക്കുവാൻ ഈ 2 അധ്യായങ്ങൾ അവിടുന്ന് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. കാരണം അത്രത്തോളം അതിൽ രക്ഷാതേട്ടമുണ്ട്. കാരണം ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, പുലരിയുടെ റബ്ബിനോട്, പ്രഭാതം പൊട്ടിവിടർത്തുന്നത് അള്ളാഹുവാണ്, ആ പുലരിയെ ഇവിടെ സൃഷ്ടിച്ച ഫലഖിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു. എന്തില്ലെന്ന്? മിൻ ശർരി മാ ഖലഖ, അവന്റെ സൃഷ്ടികളുടെ എല്ലാ ഷർറിൽ നിന്നും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഏതൊരു സൃഷ്ടിക്കുമുണ്ടാകും ഖൈറുമുണ്ടാകും ഷർറുമുണ്ടാകും. അവ കൊണ്ടുണ്ടാകുന്ന ഷർറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്നാണ് തുടക്കത്തിൽ പറയുന്നത്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, രാത്രി അത് കടന്നു വന്നാലുണ്ടാകുന്ന ഷർറിൽ നിന്ന് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കാരണം രാത്രികളിലാണ് ഇഴജന്തുക്കളും അതുപോലെയുള്ള മറ്റു മൃഗങ്ങളും ഉപദ്രവകാരികളായ പാമ്പ്, തേള് പോലെ നേരത്തെ പറഞ്ഞ അത്തരത്തിലുള്ള വസ്തുക്കളുമൊക്കെ പുറത്തിറങ്ങുന്ന നേരാണ്. അതുകൊണ്ട് ആ സമയത്തിലൂടെ പ്രകടമാകുന്ന എല്ലാ ഷർറിൽ നിന്നും പ്രത്യേകം കാവൽ തേടി. കള്ളന്മാരും കൊള്ളക്കാരും സാമൂഹ്യ ദ്രോഹികളും എല്ലാവരും ഇരുളാവാൻ കാത്തു നിൽക്കാറ് പതിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ട് വന്ന് മൂടിക്കഴിഞ്ഞാൽ അതിലൂടെ കുറേ ഷർറുകൾ ഉണ്ടാകും. നമ്മൾ അള്ളാഹിനോട് കാവൽ ചോദിക്കുകയാണ്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ, തീർന്നില്ല. വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദി, കെട്ടുകൾ, കയറുകളിലും നൂലുകളിലും ഒക്കെ ചരടുകളിലുമൊക്കെ കെട്ടുകളിടുകയും അതിൽ ഊതുകയും മന്ത്രോച്ചാരണങ്ങൾ നടത്തുകയും സിഹിറിൻ്റെയും മാരണത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയുമൊക്കെ വികല വേലകൾ ഒപ്പിക്കുന്ന ഒരുപാട് പിശാച്ചിൻ്റെ ആളുകളുണ്ട്. അത് മുഖേന ഉണ്ടാകാവുന്ന എല്ലാ ഷർറിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. വമിൻ ശർരി ഹാസിദിൻ, അസൂയാലുവിൻ്റെ ഷർറിൽ നിന്ന്. ഇദാ ഹസദ, അവൻ അസൂയ വച്ചാൽ. ലോകത്ത് മനുഷ്യരിൽ കുടികൊള്ളുന്ന ഒരു വികാരമാണ് മറ്റുള്ളവരുടെ ഉയർച്ചയിലും വളർച്ചയിലും അസൂയ തോന്നുക എന്നുള്ളത്. കണ്ണുകടി ഉണ്ടാവുക, അസൂയയുണ്ടാകുക. അങ്ങനെ ഒരാളോട് വളർച്ചയിൽ അസൂയ തോന്നിയാൽ അവനെതിരെ കുതന്ത്രങ്ങൾ മെനയാനും അവനെ അപകടപ്പെടുത്താനും ഒക്കെ പലരും ശ്രമിക്കും. അതുകൊണ്ടൊക്കെ ഒരുപാട് ഭവിഷ്യത്തുകൾ, ഷർറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഫലഖ്. അപ്പോൾ അതും നമ്മുടെ മനസ്സിലുണ്ടാകണം അത് പാരായണം ചെയ്യുമ്പോൾ. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ്. പിന്നെ 3-ാമത്തെ അധ്യായം സൂറത്തുൻ നാസാണ്. അതിൽ ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട്, ജനങ്ങളുടെ രാജാവായ അള്ളാഹുവിനോട്, ജനങ്ങളുടെ ഇലാഹായ അള്ളാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നത് എന്തിൽ നിന്നാണ്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ഒളിഞ്ഞിരുന്നു കൊണ്ട് ദുർബോധനം നടത്തുന്ന ശൈത്താന്റെ ഷർറിൽ നിന്നാണ്. വസ്വാസ് എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളിൽ പിശാച്ച് തോന്നിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് മനുഷ്യ പിശാച്ചുക്കൾ മുഖേനയും ഉണ്ടാകും, ഭൂതപിശാച്ചുക്കളിലൂടെയും ഉണ്ടാകും. അതാണ് മിനൽ അല്ലദീ യുവസ്വിസു, അതായത് അങ്ങനെ വസ്വാസ് ഉണ്ടാക്കുന്നവരുടെ ഷർറിൽ നിന്ന്. ഫീ സുദൂരിന്നാസി, ജനമനസ്സുകളിൽ. ആരൊക്കെ ഉണ്ടാക്കും? മിനൽ ജിന്നത്തി, ഭൂതങ്ങളിൽ നിന്നുള്ള ശൈത്താന്മാരുണ്ടാക്കും. വന്നാസ്, മനുഷ്യരിൽ നിന്നുള്ള ശൈത്താന്മാരും ദുർബോധനങ്ങൾ ഉണ്ടാക്കും മനുഷ്യ മനസ്സുകളിൽ. അപ്പൊ എല്ലാ അർത്ഥത്തിലുമുള്ള അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുന്ന അധ്യായങ്ങളാണ് ഈ 3 അധ്യായവും. ഒന്ന് നമ്മുടെ വിശ്വാസ സുരക്ഷയാണ് അതിൽ പറയുന്നത്, തൗഹീദിന്റെ കാര്യമാണ് പറയുന്നത്, അതിൽ അപകടം വരാതിരിക്കാൻ. 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഈ ലോകത്ത് ഏതെല്ലാം വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടോ അതിൽ നിന്നെല്ലാമുള്ള കാവൽ തേട്ടമാണ്. 3-ാമത്തതിൽ മനുഷ്യന് ഏറ്റവും അപകടം സംഭവിക്കുക അവന്റെ ദുന്യാവിൽ മാത്രമല്ല ദീനിലും സംഭവിക്കും. ദീനിൽ പറ്റുന്ന ഏറ്റവും വലിയ അപകടമാണ് വസ്വാസ് ഉണ്ടാവുക എന്നുള്ളത്. വസ്വാസ് എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ വിഷയങ്ങളിൽ മുതൽ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വരെ അത് പിടിപെടും. ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളായ നമ്മുടെ തൗഹീദ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, വേദഗ്രന്ഥമായ ഖുർആനിനെ കുറിച്ചുള്ള വിശ്വാസം, പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം, നബിമാരെക്കുറിച്ചുള്ള വിശ്വാസം, ഇങ്ങനെ അടിസ്ഥാനപരമായ ഉസൂലുദ്ദീനായിട്ട് അറിയപ്പെടുന്ന കാര്യങ്ങളിൽ മുതൽ നിസ്സാരമായ ഉളു ഉണ്ടാക്കുന്നിടത്ത്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുംബവുമായി ഇടപഴകുന്നിടത്ത്, ആളുകളുമായി സംസാരിക്കുന്നിടത്ത് ഒക്കെ മനുഷ്യനിൽ വസ്വാസുകൾ ഉണ്ടാകും. ചെറുതും വലുതുമായ കാര്യങ്ങളിൽ പിശാച്ച് മനുഷ്യന്റെ മനസ്സിൽ വസ്വാസ് രോഗമുണ്ടാക്കും. വിശ്വാസരംഗത്ത് തന്നെ അതുണ്ടാക്കുന്ന
അത്തരത്തിലുള്ള കുതന്ത്രക്കാരാണ് ലോകത്തുനിന്ന് നിറഞ്ഞാടുന്നത്. അവർ ശിർക്ക് ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ തെളിവായി കൊണ്ടുവന്ന് ശിർക്കിനെ പ്രചരിപ്പിക്കും, അങ്ങനെ വസ്വാസം ഉണ്ടാക്കും. വേറൊരു കൂട്ടരെ അള്ളാഹനെ ആരാ പടച്ചത്, ഭൂമിയൊക്കെ വെറുതെ ഉണ്ടായതാണ്, മരണത്തിന്റെ ശേഷം ഒരു ജീവിതമൊന്നുമില്ല, ഇവിടെ തകർത്താടി അങ്ങ് ജീവിച്ചോളൂ, അല്ലാതെ മരണാനന്തരം സ്വർഗമില്ല നരകമില്ല വിചാരണയില്ല എന്നൊക്കെ പറഞ്ഞ് അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചുക്കളുണ്ട്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്നു. ശുദ്ധിയാകുന്ന കാര്യത്തിൽ, കുളിക്കാൻ ടോയ്ലറ്റിലേക്ക് ബാത്റൂമിലേക്ക് കയറിയാൽ 5 മിനിറ്റ് കൊണ്ട് നിർവഹിക്കേണ്ടുന്ന കാര്യം അരമണിക്കൂറും 1 മണിക്കൂറും കഴിഞ്ഞാലും സാധ്യമാകാതെ കഴുകിയത് തന്നെ കഴുകി അങ്ങനെ സമയം ബാത്റൂമിൽ ഒരുപാട് കളയേണ്ടി വരുന്നു ഇത്തരം വസ്വാസ രോഗികൾക്ക്. വുദൂഎടുക്കുമ്പോഴും നിസ്കാരം നിർവഹിക്കുമ്പോഴും ഒക്കെ അവർക്ക് അക്ഷരം ഒഴിയുന്നതും അക്ഷരം പറയുന്നതും ഒന്നും തൃപ്തിയാവില്ല. ഉച്ചരിച്ച വാക്കുകൾ തന്നെ ശരിയായില്ലെന്ന ഒരു തോന്നൽ ശൈത്താൻ മനസ്സിൽ ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് എത്രയോ തവണ അവൻ ആവർത്തിച്ച് കഷ്ടപ്പെടും. അങ്ങനെ നിസ്കരിക്കാൻ പോലും അവന് കഴിയാതെ അവനെപ്പോഴും ആ നിലക്കുള്ള വസ്വാസുകൾ ഉണ്ടാകും. ഇത്തരം വസ്വാസ രോഗികൾക്ക് കുടുംബത്തിലും എല്ലാവരെയും സംശയമായിരിക്കും. തൻ്റെ ഭാര്യയെപ്പോലും തൻ്റെ ഇണയെപ്പോലും ഭാര്യാഭർത്താക്കൾക്ക് വിശ്വസിക്കാനാവാത്ത നിലക്ക് വസ്വാസ രോഗം പിടിപെട്ടവരുണ്ടാകും. ഇവളെന്നെ ചതിക്കും, അല്ലെങ്കിൽ ഇയാളെന്നെ ചതിക്കും, ഇങ്ങനെ. അതുപോലെ തന്നെ ആളുകളെ ഒക്കെ സംശയം, തൊട്ടതും പിടിച്ചതും എല്ലാം സംശയം. ഇങ്ങനെ വസ്വാസ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാണ്? ഇതൊരു വലിയ മാരകാസുഖമാണ് വസ്വാസ് എന്ന് പറയുന്നത്. അത് പിടിപെടാതിരിക്കാനുള്ള കാവൽ തേട്ടമാണ് സൂറത്തുൻ നാസിലൂടെ നിർവഹിക്കപ്പെടുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഞാനും നിങ്ങളും ഈ 3 അധ്യായവും പാരായണം ചെയ്യാറുള്ളത്? ആയിരിക്കില്ല പലപ്പോഴും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്നോടും നിങ്ങളോടും വളരെ പ്രാധാന്യപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, ആരെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ വീതം ഈ 3 അധ്യായങ്ങളും പാരായണം ചെയ്താൽ, അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? അബ്ദുല്ലാഹിബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എന്താ? നീ ഇത് 3ഉം പാരായണം ചെയ്താൽ തക്ഫീക മിൻ കുല്ലി ശൈഇൻ, എല്ലാ കാര്യത്തിനും പകരം ഇത് തന്നെ മതി. അതാപ്പ ഞാൻ ഇത്രയും വിശദീകരിച്ചത്. എല്ലാ കാര്യത്തിനും പകരം നിൽക്കാൻ മാത്രം ഇത് തന്നെ മതി. ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ പറഞ്ഞാൽ തന്നെ എല്ലാത്തിൽ നിന്നും കാവലായി എന്ന് പറയാൻ മാത്രം. എത്ര മഹത്തരമാണ് ഈ 3 അധ്യായങ്ങളുടെയും ആശയങ്ങൾ എന്ന് ഒരു ചുരുങ്ങിയ നിലക്ക് അറിഞ്ഞിരിക്കാനാണ് പ്രിയമുള്ളവരെ ഞാൻ ഈ 3 അധ്യായങ്ങളുടെയും ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഒരല്പനേരം സംസാരിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊക്കെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം ഈ 3 അധ്യായവും. പക്ഷെ അറിയുന്നവരാണ് പലപ്പോഴും ഇത് ചെയ്യാതിരിക്കുന്നത്. എന്താ കാരണം? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അസുഖം കസില്, മടിയുള്ള ആളുകൾ, അലസതയുള്ള ആളുകൾ അറിഞ്ഞ കാര്യങ്ങളും ചെയ്യൂല. അത് കാവൽ ചോദിക്കാൻ പ്രത്യേകം പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ നിർദ്ദേശമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൂട്ടി ചൊല്ലണം. അപ്പൊ അതുകൊണ്ട് മറക്കാതെ ഇത് കേട്ടത് മുതൽ ഇനി നമ്മൾ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ സൂറത്തുൽ ഇഖ്ലാസും ഫലഖും നാസും ഈ പറഞ്ഞ അർത്ഥ ആശയങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് ആത്മാർത്ഥമായി നിർവഹിച്ചാൽ വലിയ രൂപത്തിലുള്ള കാവലും പ്രൊട്ടക്ഷനും സംരക്ഷണവും, എല്ലാത്തിൽ നിന്നും വലിയ രൂപത്തിലുള്ള ഒരു മതിയായ എല്ലാ അർത്ഥത്തിലും ഒരു അനുഗ്രഹവുമായിരിക്കും അത് മുഖേന നേടിയെടുക്കുവാൻ സാധിക്കുക എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.